ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് വിളവെടുപ്പും നടത്താം, കുറച്ചൊക്കെ നട്ടും പിടിപ്പിക്കാം. ഇന്ന് അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്ന് കണ്ടോ? നമ്മൾ ഏകദേശം ഒരു 1.5 ആഴ്ച മുന്നേ നട്ടുപിടിപ്പിച്ച നമ്മുടെ ചീരത്തൈകളാണ്. അവരിത് നന്നായി വളർന്നു വന്നിട്ടുണ്ട്. കണ്ടോ, മഴയൊന്നും പെയ്യാത്തത് കൊണ്ട് തന്നെ പുള്ളിക്കുത്തോ അങ്ങനെയുള്ള രോഗങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുവാണ്. അപ്പോൾ ഇതേപോലെ ചീരത്തൈകൾ പെട്ടെന്ന് വളർന്നു വരാൻ ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തോ, ഞാനൊരു വീഡിയോ ഇട്ട് തരാം കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടുപിടിപ്പിച്ച ഉള്ളിയാണേ. കണ്ടോ, നല്ലതായിട്ട് വളർന്നു വരുന്നത് കണ്ടോ. ഞാൻ ആ നട്ടുപിടിപ്പിച്ച ഉള്ളി എന്ന് പറയുന്നത് തീരെ ചെറിയ അങ്ങനത്തെ ഉള്ളിയായിരുന്നു. അങ്ങനത്തേത് നട്ടുപിടിപ്പിച്ചാലും ഇതേപോലെ നന്നായിട്ട് നമുക്ക് വളർന്നു കിട്ടും. അപ്പോൾ ഇത് 1.5 ആഴ്ചയായതാണ്. അതിനൊപ്പം നമ്മൾ ഇവിടെ കൊടുക്കുന്ന ചീരയുടെ വിത്തുകൾ പാകി വെച്ചതാണ്. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ വലുതായ ചീരത്തൈകളെ നമുക്ക് പറിച്ചു മാറ്റി നടാനായിട്ട് പറ്റും. ഇത് കണ്ടോ, ഇത് പാൽച്ചീരയുടെ തൈയാണ്. അതിപ്പോൾ എനിക്കിവിടെ നിന്ന് പാൽച്ചീരയുടെ അരികളെ ഞാൻ പറിച്ചു പാകിയതാണ്. അത് ഒരാഴ്ച കൊണ്ട് ഇത്രയും ആയിട്ടുണ്ട്. ഈ പരുവത്തിലെത്തിയാലേ നമുക്ക് ചീരത്തൈകളെ മാറ്റി നടാൻ പറ്റത്തുള്ളൂ. ഈ പാകമെങ്കിലുമായ ചീരത്തൈകൾ മാറ്റി നടുമ്പോഴാണ് ഇതേപോലെ പെട്ടെന്ന് ആരോഗ്യത്തോടെ വളർന്നു വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാനായിട്ട് പാൽച്ചീരയുടെ വിത്തുകളില്ല. ഇപ്പം ഞാൻ എൻ്റെ ചെടിയിൽ നിൽക്കുന്ന വിത്തുകൾ പറിച്ചു തന്നാൽ നിങ്ങൾക്ക് ചിലപ്പം വിശ്വാസം കാണത്തില്ല, കിളുക്കോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് നമുക്ക് പാൽച്ചീരയുടെ വിത്ത് പാക്കറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇതാണ് നമ്മളിവിടെ കൊടുക്കുന്ന ചുവന്ന ചീരയുടെ തൈകൾ. നല്ല വലിപ്പത്തിലുള്ള ഇലകൾ ഉണ്ടാകുന്നതാണ്. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നട്ടിരിക്കുന്നതാണ്. ഇതേപോലെയുള്ള ചീരത്തൈ. അതുപോലെ ഇത് സുന്ദരി ചീരയാണ്, ഇത് പച്ചച്ചീരയാണ്. നമുക്ക് ഇത് പൂ വരാറൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് വിളവെടുക്കാം. ഒരു 2-3 ഇല താഴേന്ന് മുകളിലോട്ട് ആക്കിയിട്ടേ നമ്മൾ മുറിച്ചെടുക്കാവുള്ളൂ. അപ്പോൾ അവിടുന്ന് വീണ്ടും കിളിപ്പുകൾ വന്ന് നമുക്ക് വീണ്ടും ചീരയെ വിളവെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് രണ്ടും ഇച്ചിരി വലുതായ കാരണം ഞാനത് രണ്ടും പറിച്ചെടുത്തതാണ്. ബാക്കി അവിടെ നിൽക്കട്ടെ, അവർ വീണ്ടും വളർന്ന് വലുതായിക്കോളും. ഈ 2 തണ്ട് മാത്രമേ നമ്മൾ എടുത്തുള്ളേ. ഒരു ചെറിയ വീട്ടിലേക്കാണെങ്കിൽ ഈ 2 തണ്ട് ചീരയുടെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ മുറിച്ചെടുത്ത ചീര കണ്ടോ, ഇവിടെ തന്നെ നമുക്ക് പല ചീരകളുണ്ട്. ഇത് മയിൽപ്പീലി ചീരയാണ്, ഇത് ചുവന്ന ചീരയാണ്, അവിടെ സുന്ദരി ചീരയുണ്ട്. ഈ ചീര കണ്ടോ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഇലകളൊക്കെ ഉണ്ടാകും, പക്ഷേ പെട്ടെന്ന് പൂവിട്ട് തുടങ്ങും. അപ്പോൾ ശിഖരങ്ങൾ വന്നാൽ ഉടനെ നമ്മൾ അവരെ മുറിച്ചെടുത്താൽ മതി. അവർ വീണ്ടും കമ്പുകൾ വന്നിട്ട് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു 2 പച്ച ചീരയുണ്ട്, അതും കൂടെ ഒന്ന് വിളവെടുത്തിട്ട് വരാവേ. ഇത് നമ്മുടെ ഒരു പച്ച ചീരയാണേ, നല്ല ഇനം ചീരയാണിത് കേട്ടോ. ഇത് നമുക്ക് ഒരു കറി വെക്കാനുണ്ട്. ഒരു ഇച്ചിരി മാങ്ങായും ചേർത്തിട്ട് ആണെങ്കിൽ ഒരു തണ്ടും എല്ലാം മുറിച്ചിട്ടിട്ട് ചീരയുടെ കറിയോ അല്ലെങ്കിൽ ചീര അവിയലോ ഒക്കെ ഉണ്ടാക്കാം. ഇതും അതുപോലെ നല്ല പച്ചച്ചീരയാണ്, പക്ഷേ പൂത്തി തുടങ്ങിയിട്ടുണ്ടേ. അപ്പം ഞാൻ ആ പൂ അങ്ങ് മുറിച്ച് കളയുവാണേ. അപ്പോൾ വീണ്ടും അവർക്ക് താഴേന്ന് ഇലകൾ പൊട്ടി വന്നോളും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നിൽക്കുന്ന ചെറിയ ശാഖകളെയൊക്കെ മുറിച്ചെടുക്കാനും പറ്റും. ഈ ഒരു ചീരയുണ്ടേ, ഇതും കൂടെ നമുക്കങ്ങ് വിളവെടുക്കാം. കണ്ടോ, ഇത് കണ്ടോ, ഇതൊരു പ്രത്യേക ഇനം ചീരയാണേ, കെയിൽ ചീര എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലകൾ മുറിച്ചിട്ട് തോരൻ വെക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇതിനകത്തൊരു 1-2 ചെടി നിൽപ്പുണ്ടേ. ഇത്രയും ചീര ഇന്ന് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചീരയുടെ വിത്തുകൾ പാകി ഇപ്പം നമ്മൾ നടണം. കോളിഫ്ലവർ എന്ന് നമ്മൾ പറയുമെങ്കിലും കോളിഫ്ലവറിൻ്റെ പൂക്കൾ നിങ്ങൾക്ക് കാണണ്ടേ. ഇതിലോട്ട് നോക്കിക്കേ, ഈ വയലറ്റ് നിറത്തിൽ കയറി വരുന്ന കണ്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിളവെടുക്കേണ്ടത് ഈ കളറായിരിക്കുമ്പോഴാണ് നമ്മൾ വിളവെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒത്തിരി എണ്ണം ഉണ്ടായത് കാരണം ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഉപയോഗിച്ച് തീർക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇത് വിളവെടുക്കാൻ താമസിച്ചു പോയതാണേ. അപ്പം ഞാനിതങ്ങ് വിളവെടുക്കുക. കണ്ടോ, നല്ല ആവശ്യത്തിന് വലിപ്പത്തിലുള്ള ഒരു കോളിഫ്ലവറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാനുള്ളതേ ഉള്ളൂ. ഒരു ചെറിയ ചെടിച്ചട്ടിക്കകത്ത് പോലും നമുക്ക് ഇത്തരത്തിലുള്ളവയെല്ലാം നട്ടു വളർത്താനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇവരെ വിളവെടുക്കുന്നതിന് മുന്നേ തന്നെ ഈ അരികുംവഴി ചീര വെച്ച് പിടിപ്പിച്ചിരിക്കുവാണേ. ഇത് മയിൽപ്പീലി ചീരയാണേ, തലയൊക്കെ പൊങ്ങി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് കോളിഫ്ലവർ വിളവെടുത്തതല്ലേ, നിങ്ങൾക്കറിയാവുന്നതാണ്. ഞാൻ കൃഷി ചെയ്യുന്നതെന്ന് പറയുന്നത് പച്ചക്കറിയുടെ കൃഷി പ്രധാനമായും ടെറസിലാണ്. അപ്പോൾ അവിടെ എനിക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ. വീട് ചെറുതായതുകൊണ്ട് തന്നെ ടെറസും ചെറുതാണ്. ആ കുറഞ്ഞ സ്ഥലത്താണ്
നമ്മൾ ഇതേപോലെ കൃഷി ചെയ്ത് വിളവെടുക്കുന്നത്. അപ്പം ദേ ഈ നട്ട് പിടിപ്പിച്ചെടുത്ത് ഇപ്പം നമ്മളിത് കോളിഫ്ലവറിൻ്റെ വിളവെടുത്തല്ലോ. ഇപ്പം പല ആൾക്കാരും പറയാറുണ്ട് കോളിഫ്ലവറിനെ ഇതേപോലെ തന്നെ നിർത്തിയിരുന്നാൽ ഇതേന്ന് തൈകളുണ്ടാകും എന്നൊക്കെ. ഇപ്പം തന്നെ സമയം ഏകദേശം ഫെബ്രുവരി എത്താറായി. ഫെബ്രുവരിയുടെ പകുതി കഴിയുമ്പോൾ തന്നെ ചൂട് കൂടി തുടങ്ങും. ആ വലിയ ചൂടുള്ള സമയത്ത് കോളിഫ്ലവർ നന്നായിട്ട് ഫലം തരാറില്ല. അപ്പം ഞാൻ ഈ ഇട കളയാൻ എനിക്കിവിടെ തീരെ ഇല്ലാത്ത കാരണം ഞാൻ ഇവിടെ ഇനി കോളിഫ്ലവറിൻ്റെ തൈകളെ ഈ സമയത്ത് നട്ട് വളർത്താറില്ല കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ഇവിടുത്തെ ചുരക്കയുടെ വിത്തുകൾ പാകി മുളപ്പിച്ചിരിക്കുന്നതാണ്. ഇതേപോലെ വളർന്ന് മുകളിലോട്ട് കയറാറായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളിവിടെ കൊടുക്കുന്ന ചുരക്കയുടെ വിത്ത്. നീളൻ ചുരക്കയാണ്. ആർക്കെങ്കിലും ചുരക്കയുടെ വിത്ത്, ചുരക്കയാണെങ്കിലും പീച്ചിലാണെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ അയച്ചു തരാവേ. അപ്പം ഞാൻ ഈ സ്ഥലത്തേക്ക് നടാൻ പോകുന്നത് എന്നാണെന്നറിയോ, ഈ തൈകളാണ്. അപ്പോൾ ഇതിനകത്തൊരു 2-3 തൈകളുണ്ട്. അപ്പോൾ അവരെ ഒരുമിച്ച് ഞാൻ ഈ പാത്രത്തിനകത്തേക്ക് നടുന്നത് കൊണ്ട് ഇത്രയും ഭാഗം ഈ ചട്ടിയുടെ അത്രയും തന്നെ ഒരു ഹോൾ ഇതിനകത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകണം. അപ്പം ഞാൻ ഈ മണ്ണിനകത്തേക്ക് നമ്മുടെ ഈ ടൂൾ ഉപയോഗിക്കുമ്പോൾ കണ്ടോ, മണ്ണ് പെട്ടെന്ന് ഇത് ഇറങ്ങിപ്പോകുന്നുണ്ടോ, അത്രയ്ക്ക് ഇളക്കത്തിലുള്ള ഒരു മണ്ണാണ് ഞാൻ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അപ്പം നല്ല മണ്ണിളക്കം ഉണ്ടെങ്കിൽ മാത്രമേ, നല്ല നീർവാർച്ചയുള്ള മണ്ണുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു വിളവ് നമ്മുടെ ചെടിയിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇതിനെ ഇങ്ങോട്ട് നടാൻ പോവുകയാണേ. ഇതിനെ ഞാൻ ഇതുപോലൊന്ന് എൻ്റെ കയ്യിലോട്ട് കുനിച്ച് പിടിച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുവാണേ. കണ്ടോ, ഒരു കേടുപാടും കൂടാതെ വേരൊന്നും പൊട്ടിപ്പോകാതെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളതിനെ ഇതിനകത്തേക്ക് താത്ത് വെക്കുവാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പൊക്കിയെടുത്ത മണ്ണിനെ ഇതിൻ്റെ ചുവട്ടിലേക്ക് നല്ലവണ്ണം ചേർത്ത് കൊടുക്കും. കണ്ടോ, ഇത്രയും ചെയ്താൽ മതി. ഇനി ഇവർ ചുവട് പിടിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും വളം ചെയ്യാം. നമ്മൾ വളമായിട്ട് ഇവിടെ സാധാരണ കൊടുക്കുന്നത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജൈവ സ്ലറിയാണ്. ജൈവ സ്ലറി ഉണ്ടാക്കാൻ അറിയാൻ മേലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചില്ലി ജാസ്മിൻ ജൈവ സ്ലറിന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വളമാണ്. പൂവിടാനും കായ്ക്കാനും വളരാനും ഒക്കെ. ഇവിടെ ഞാനൊരു ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ട്. ആ ചാമ്പയ്ക്ക കിളി തിന്ന് ഏകദേശം തീർന്നപ്പം ഒരെണ്ണമെങ്കിലും കിട്ടണമല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കെട്ടിയിട്ടിരിക്കുന്നത്. ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. കണ്ടോ, നല്ല സൂപ്പറായിട്ടുള്ള ചാമ്പയ്ക്കയാണ്. ഇതിനകത്തുനിന്ന് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയെന്ന് തോന്നുന്നു. കണ്ടോ, അപ്പുറവും കടിച്ചു ഇപ്പുറവും കടിച്ചു. ഇവിടെ കടിച്ചപ്പോഴാണ് ഞാനിതിനെ കെട്ടിയിട്ടത്. അപ്പോൾ ഇത് വേസ്റ്റായിപ്പോയി. ഇതുപോലെ വലുതാകേണ്ടിയിരുന്ന ഒരു ചാമ്പയ്ക്കയാണ്. നമ്മുടെ ബ്രസീലിയൻ മൽബറി ആദ്യം ഉണ്ടായിരുന്നത് പോയിട്ട് ഞാൻ പുതിയ തൈ വാങ്ങിച്ചു വെച്ചതാണേ. ഇങ്ങോട്ട് നോക്കിക്കേ. ഇത്രയും നേരത്തെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, ചിലപ്പോൾ ഇവന്മാർ പഴുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരെണ്ണം പോലും കിട്ടണമെന്നില്ല. ഈ കമ്പയിലും അതുപോലെ അങ്ങോട്ട് പോയിരിക്കുന്ന കമ്പ് കണ്ടോ, അതേലും ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ അരസാബോയി ആണേ. അതേ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കായ്കളും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. ഈ ഇല പച്ച ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ മേല. ഇവിടെ ഒരു പച്ചച്ചീരയുണ്ട്. അപ്പം ഞാൻ അതും കൂടെ അങ്ങ് മുറിച്ചെടുക്കുക. എല്ലാം കൂടെ അങ്ങ് ഒരു ദിവസം ആയിക്കോട്ടെ, ഓടിച്ചെടുക്കും. പിന്നെ ഇവൻ്റെ അനിയനാണ്, അരസാബോയുടെ അനിയനാണെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളൊരു ചെടിയെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് സൺഡ്രോപ്പാണേ. ഇപ്പോൾ സൺഡ്രോപ്പ് നിറയെ പൂവിട്ട് നിൽക്കുവാണ് കേട്ടോ. ഞാൻ കാണിക്കാവേ. ഇത് കണ്ടോ, ഇതുപോലെ നിറയെ പൂവിട്ടിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കാപിടിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. 1-2 പ്രാവശ്യമായിട്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരേ കളറാണ്. നമ്മൾ അരസാബോയും സൺഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ കളറുമാണ്. ഏകദേശം എല്ലാ കാര്യങ്ങളിലും ഒരുപോലെയാണ്. പക്ഷേ ഇവരുടെ പഴത്തിന് കൃത്യമായ ഷേപ്പ് കാണും. അത്രയും നല്ല കൃത്യമായ ഷേപ്പ് ഇല്ലാത്തവരാണ് അരസാബോയി. ഇത് നമ്മുടെ ഒരു മരമുന്തിരിയുടെ കുഞ്ഞാണേ. കണ്ടോ, നിറയെ പൂക്കളുണ്ടാകുന്നുണ്ട്. കണ്ടോ, ഇത് മൊട്ടാണ്. ഇത് വിരിഞ്ഞ് നിൽക്കുന്ന പൂവാണ്. ഇപ്പുറത്തെ സൈഡിലോട്ടും വിരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിറയെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. കാപിടിച്ച് കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. കണ്ടോ, ചെറിയ ചെടിയത് ചുവട് വരെയാണ്. കണ്ടോ, ഇതൊന്ന് ഷമാമിൻ്റെ വിത്തുകൾ, നമ്മളിവിടെ കൊടുക്കുന്ന ഷമാമിൻ്റെ വിത്തുകളാണ്. ആ വിത്തുകൾ പാകി മുളപ്പിച്ചതാണ്. അത് ഈ ഷമാമിൻ്റെയൊക്കെ വിത്തുകൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു രാത്രി വെള്ളത്തിലിടും. ഒരു രാത്രി വെള്ളത്തിനകത്തിട്ട് കുതിർത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നനഞ്ഞ തുണിയിൽ വാരിക്കെട്ടി വയ്ക്കുവേ. ഒരു ദിവസം കൊണ്ടല്ല 2 ദിവസം കൊണ്ട് മുള വരും. അങ്ങനെ മുള വന്നതിന് ശേഷമാണ് ഞാൻ ഇതേപോലെ മണ്ണിനകത്തേക്ക്, ഇത് നമ്മളുടെ പോട്ടിംഗ് മിക്സ് തന്നെയാണ്, അതിനകത്തേക്ക് പാകി വെച്ചിരിക്കുന്നതാണ്. ഇത് ഷമാമാണ്. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന ഇതുണ്ടോ, ഈ പച്ച കുക്കുംബർ.
ഈ പച്ച കുക്കുംബറിൻ്റെ വിത്തുകൾ ഞാനിവിടെ ഇതുപോലെ പാകി മുളപ്പിച്ചിരിക്കുന്നതാണ്. അതും ഇതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന തക്കാളിയുടെ വിത്തുകളാണ്. അത് പാകി മുളപ്പിച്ചുണ്ടാക്കിയിരിക്കുന്ന തക്കാളിയാണ്. ഞാൻ ഇതുപോലെയാണ് തക്കാളിയുടെ കൃഷി ചെയ്യുന്നത്. ഈ പാത്രത്തിനകത്ത് ഞാനിങ്ങനെ വിത്തുകൾ പാകി മുളപ്പിക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇപ്പോൾ ദേ ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് പയറ് മുളച്ചതും ഉണ്ട്. അതുപോലെ ഇത് നമ്മുടെ സാധാരണ ഇവിടെ കൊടുക്കുന്ന പച്ച കുക്കുംബറാണ്. ഇത് ആദ്യം കൂടുതൽ മുളച്ചവരെയാണ് ഞാൻ ആ പാത്രത്തിനകത്ത് നട്ട് വളർത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരുന്നവരാണ് ഇവരും. അപ്പോൾ കിളുക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ വിശ്വസിക്കും? ഈ മുളപ്പിച്ച പയറിൽ നിന്ന് ആദ്യം മുളച്ചവരെ ഇട്ടതാണ് ഇതേ കണ്ടോ. 2 ഇല, 3ാമത്തെ ഇല വന്നു തുടങ്ങിയിട്ടുണ്ട്. വെയിലടിക്കുമ്പോൾ അവർക്ക് ഇതേ സഹിക്കാൻ പറ്റത്തില്ല. ഇലയ്ക്കൊക്കെ പതുക്കെ വാട്ടമുണ്ട്. ഇത് കുറ്റി ബീൻസാണേ. നമ്മളിതേ ഇവിടെ കൊടുക്കുന്ന കുറ്റി ബീൻസിൻ്റെ വിത്താണ്. അതും ഞാൻ പാകി മുളപ്പിക്കുന്നത് നമ്മുടെ സാധാരണ പാകി മുളപ്പിച്ച രീതിയിൽ തന്നെയാണ്. കണ്ടോ, ചുവട് മുതൽ പൂക്കളുണ്ടായി തുടങ്ങും. ഈ വലിയ ബക്കറ്റ് ആയതുകൊണ്ട് ഇതിനകത്തൊരു 3 ചുവട് ഞാൻ നട്ടിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഉണ്ടാവും. ഞാനിവിടെ തരുന്ന വിത്തുകളുണ്ടല്ലോ, ഞാൻ പാകി മുളപ്പിച്ച് നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് തരാറുള്ളത്. അങ്ങനെ മുളപ്പിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇതിനകത്ത് നമ്മളുടെ സാധാരണ സാലഡ് കുക്കുംബറും നമ്മളിവിടെ തരുന്ന ചുവന്ന നിറത്തിലുള്ള പയറിൻ്റെ വിത്തുകളുമാണ്. കണ്ടോ, അപ്പോൾ കിളുക്കുകയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇത് നമ്മുടെ കുറ്റിക്കുരുമുളകിൻ്റെ കായ്കളാണ്. കണ്ടോ, ഇതൊരു വശത്തേക്കുണ്ടായിരിക്കുന്നതാണ്. ഇത് ഏകദേശം വിളഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് കണ്ടോ, ഇതുപോലെ മുളക് പഴുത്തു തുടങ്ങുന്നതിനെ നമുക്ക് പറിച്ചെടുക്കാം. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന നീളൻ പീച്ചിലിൻ്റെ വിത്താണ്. ആ വിത്ത് ഈ പാക്കറ്റിനകത്തെ വിത്ത് പാകി മുളപ്പിച്ച് ഉണ്ടായിരിക്കുന്നതാണ്. ഇത് ഇപ്പം കൃഷി ഏകദേശം അവസാനമായതുകൊണ്ടാണ് ഇതിൻ്റെ കായ്കൾ അത്രയും വലുതാകാത്തത്. ഇതിവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വാളമരയാണേ. ഈ വാളമരയുടെ വിത്താണ് ഞാൻ നിങ്ങൾക്കൊക്കെ തന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ കണ്ടോ, ഇങ്ങനെ കൊലയായിട്ടുണ്ടാവും. ഈ പ്രായമാണ് നമുക്ക് തോരൻ വെക്കാനായിട്ട് പറിച്ചെടുക്കാനുള്ള സമയം. ഇത് കണ്ടോ, ഇതും ഇപ്പോൾ കുഴപ്പമില്ല, അധികം മൂത്ത് പോയിട്ടില്ല. പക്ഷേ ഞാനിത് പറിച്ചെടുക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിത്തുകൾ വേണമെങ്കിൽ തരാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുവാണേ. ഇത് നമ്മുടെ സ്ട്രോബെറിയുടെ തൈകളാണേ. അപ്പം ഞാനിത് ഇതുപോലെ ഹാങ്ങിങ് പോട്ടിനകത്തൊരു 2 എണ്ണം ഇട്ട് നോക്കിയിരിക്കും. അത് ഇതുപോലെ തൈ വരുന്നതിനെ നമ്മൾ മുറിച്ച് കളഞ്ഞാലേ ഉള്ളൂ കാ പിടിക്കത്തുള്ളൂ കേട്ടോ. ഇപ്പം സ്ട്രോബെറിക്ക് കായ്കൾ ഉണ്ടാകാനുള്ള സമയമാണ്. അപ്പോൾ ഇതുപോലെ കൂടിക്കൂടി വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ടാകാറായിട്ടുണ്ടെന്ന്. ഉണ്ടായി തുടങ്ങിയത് ഞാൻ കാണിക്കാവേ. സ്ട്രോബെറി ഉണ്ടായി പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതാണ് ആദ്യമേ ഉണ്ടായത്. കുറച്ചും കൂടെ നല്ല വലിപ്പം വെക്കുന്ന ഇനമാണിത്. ഇത് നമ്മുടെ പാലക്ക് ചീര ഞാനൊരു പരീക്ഷണത്തിന് ഇതുപോലത്തെ ഹാങ്ങിങ് പോട്ടിൽ ചെടി വെക്കുന്ന പാത്രമാണ്. അതിനകത്ത് ഞാൻ നട്ട് വളർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാതെ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലും കൂടെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്ന എന്നാണെന്നറിയോ, നമ്മൾ അത്ര സാധാരണമായിട്ട് കാണാത്ത ഒന്നാണ് ടർണിപ്പ് എന്ന് പറയും. ഈ റാഡിഷ് പോലെയും അതുപോലെ നമ്മുടെ കാരറ്റ് പോലെയൊക്കെ ഉള്ള ഒരിനമാണ്. കണ്ടോ, ഇതുപോലെ വയലറ്റ് കളറാണ് ഇതിന് വരുന്നത്. അപ്പം ഞാൻ ഇതിനെ അങ്ങ് മുറിച്ചെടുക്കുവാണേ. ഇതിൻ്റെ ഇലകൾ നമ്മൾ ചെറുപ്പത്തിലേ മുറിക്കുവാണെങ്കിൽ തോരൻ വെക്കാം കേട്ടോ. ഞാൻ അന്നേരം മുറിച്ചെടുത്തില്ല. അതുകൊണ്ട് നമുക്ക് അന്നേരം കാണിക്കാം. ഇത് കണ്ടോ, ഇതുപോലെ മണ്ണിൽ നിന്ന് ഇവരിങ്ങനെ പൊങ്ങിയാണ് വരുന്നത്. അത് ഈ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതേപോലെ നമുക്ക് ഇത് കണ്ടോ, ഇതും ടർണിപ്പാണേ. കണ്ടോ, അപ്പം ഞാനിതങ്ങ് മുറിച്ചെടുക്കുക. ഇത് സാമ്പാറിനകത്തും ഒക്കെ ഇടാൻ പറ്റും. അതുപോലെ ചപ്പാത്തിക്കകത്ത് നമ്മൾ ഈ സ്റ്റഫ്ഡ് ചപ്പാത്തി ഉണ്ടാക്കിയല്ലേ, അതിനൊക്കെ ചേർക്കാൻ പറ്റും. നല്ല പാകത്തിനാണ് കേട്ടോ വിളവ്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് കണ്ടോ, ഇറങ്ങുന്നുണ്ടോ, നാരില്ലാതെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് പാകമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു 3 എണ്ണം വിളവെടുത്തിട്ടുണ്ട്. ഇത് ഇവിടോട്ടൊക്കെ ഉണ്ട് കേട്ടോ വേറെ. അപ്പം നമുക്കിനി കൂടുതൽ ഇവിടെ ഇട ഉണ്ടാക്കണം. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ചീര നട്ട് വളർത്താനുള്ളൊരു സമയമാണ് പ്രധാനമായും. ചീര മാത്രമല്ല, പാവൽ അങ്ങനെയുള്ള സാധനങ്ങൾ, പടവലം. നമ്മുടെ ഇവിടെ പടവലത്തിൻ്റെ നല്ല വിത്തുകളാണുള്ളത്. ഞാൻ നിങ്ങളെ പടവലത്തിൻ്റെ വിത്തുകൾ കിളുത്തതിന് ശേഷം കാണിച്ചതാണ്. ഇത്രയും ഈസി ആയിട്ട് ഇത്രയും പെട്ടെന്ന് മുളച്ചു വരുന്ന പടവലത്തിൻ്റെ വിത്തുകൾ എനിക്ക് ഇതിന് മുന്നേ കിട്ടിയിട്ടില്ല. നമ്മളിവിടെ തരുന്നത് ഭയങ്കര നല്ലതാണ്. അത് നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മുളപ്പിച്ച് ഞാൻ നട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന പടവലത്തിൻ്റെ വിത്താണേ. അതുപോലെ ഇത് വെള്ളപ്പാവലിൻ്റെയും. ഈ പടവലത്തിൻ്റെ വിത്ത് കിളിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
ആ രീതിയിൽ മുളപ്പിച്ച് ഞാൻ ദേ മണ്ണിൽ നട്ട പടവലമാണ്. ഒരാഴ്ച പോലും ആയിട്ടില്ല, കണ്ടോ വളരാൻ തുടങ്ങിയിട്ടുണ്ട് അവർ. പിന്നെ നമുക്ക് ദേ കുറച്ച് പീച്ചിൽ, ഇത് നമുക്ക് കുറച്ച് ചീര, അത് പച്ച ചീരയുണ്ട്, ചുവന്ന ചീരയുണ്ട് കേട്ടോ, നല്ല ചീരയാണ്. ഇത് നമുക്കൊരു ചാമ്പയ്ക്കയാണേ. നല്ല വാട്ടർ കണ്ടൻറ്റുമാണ്, നല്ല മധുരമാണ്, നല്ല സൂപ്പർ ചാമ്പയാണ് കേട്ടോ ഇത്. പല പ്രാവശ്യം നിങ്ങൾക്കിത് കാണിച്ചു തന്നിട്ടൊക്കെ ഉള്ളതാണ്. ഇത് നമ്മുടെ ടർണിപ്പ്, ഇത് നമ്മുടെ കോളിഫ്ലവർ. പല ഇനം മുളകുകൾ ഇവിടെ ഉണ്ട്. എനിക്ക് പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള സമയം തികയാത്തത് കൊണ്ടാണ് ഞാനിത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.